നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കേറിയിരുന്ന് കഴിക്ക്. ശാരദാമ്മ ഇനി ഇതാണോ ഉണ്ടാക്കിയത്? എനിക്ക് ഇഡലി വേണോ ഞാൻ പറഞ്ഞതല്ലേ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയല്ലോ. ഇന്നെന്തായാലും ഇഡലിക്കുള്ള മാവെടുത്ത് മാറ്റി വെച്ചേക്കാം. നാളെ നമുക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ചൊരു പിടി പിടിക്കാം. ഇന്നെന്റെ കുഞ്ഞേ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇതെന്തിനാ? ഞാനെടുത്തു തരാം. ഇതൊക്കെ എന്താ ഒരു പുതിയ ശീലം? മോള് കയറിയിരിക്കേ. ഞാൻ കഴിച്ചോളാം. എനിക്കുള്ള ചപ്പാത്തി തന്നാ മതി. അപ്പൊ ഇവിടെ ഇരിക്കണില്ല? ഇല്ല, ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു സുഖവും ഇല്ല ശാരദാമ്മേ. ഓ, ഞാൻ മുറിയിലിരുന്ന് കഴിച്ചോളാം. അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. കേറിയിരിക്കേ. ഇവിടെ ഇരുന്ന് കഴിച്ചാൽ ഈ കാർട്ടൂൺ കാണാൻ പറ്റൂല. കുറച്ച് കഴിഞ്ഞ് കാർട്ടൂൺ കാണാന്നേ. അതിനൊരു രസമില്ല ശാരദാമ്മേ. ഇതെന്താ രണ്ടെണ്ണേ ഉള്ളോ? അത് പിന്നെ ചപ്പാത്തി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്. എന്നാലും വിശക്കൂലേ? ഒരു രണ്ടെണ്ണം കൂടി വെച്ചോ. വയ്ക്കാം, പക്ഷെ കഴിക്കണം. കഴിക്കാനേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കും. പാത്രത്തിൽ ചപ്പാത്തി കാണരുത്. വന്ന് നോക്കൊന്നും വേണ്ട, പാത്രം ഞാൻ ഇവിടെ കൊണ്ടുവച്ചോളാം. ശാരദാമ്മയ്ക്ക് ഒരുപാട് ജോലിയുള്ളതല്ലേ, വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ശരി ശരി, ആയിക്കോട്ടെ. താങ്ക് യു ശാരദാമ്മേ. ശരി, ആ കളയാതെ കൊണ്ടുപോണേ. ആ ശരി. നമുക്ക് കഴിക്കാം. പപ്പി ഇരിക്കേ. നമുക്ക് രണ്ടുപേർക്കുള്ള ചപ്പാത്തി എടുക്കാൻ ഒരല്പം പണിയെടുക്കേണ്ടി വന്നു. സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഏയ്, സംശയം തോന്നാത്ത രീതിയിലാ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഞാൻ ചപ്പാത്തി ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. എന്നിട്ടും കൂടുതൽ ചപ്പാത്തി ചോദിച്ചപ്പോ ഒരു ചെറിയ സംശയം തോന്നാതിരുന്നില്ല. പിന്നെ എന്റെ അഭിനയത്തിന് പുറത്തങ്ങ് പോയി. അതെ, ഇവിടുത്തെ ജില്ലാ കളക്ടറിനെ അസത്യം പറ്റിക്കുന്നതെന്ന് ഓർക്കണം. ഏയ്, ഇത് പറ്റിക്കാൻ എളുപ്പമുള്ള ആളാ ശാരദാമ്മ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. പാവാ. അവിടെ നേരെ തിരിച്ചാ. സത്യാമ്മയ്ക്ക് എപ്പോഴും ഗൗരവാ. ഒരാളോട് പോലും ചിരിച്ചോണ്ട് സംസാരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. പപ്പിയോടിപ്പ എങ്ങനെയാ? ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. സ്നേഹത്തോടെ പറയാനൊക്കെ സത്യാമ്മയ്ക്ക് അറിയാൻ പാടില്ല സത്യേ. എന്നാ നമുക്ക് കഴിക്കാം. സത്യക്ക് ഇവിടെ സുഖമല്ലേ? ഒരാളും വഴക്കിന് വരില്ലല്ലോ. പപ്പിയോട് ആരാ അവിടെ വഴക്കിന് വരുന്നത്? വേറെ ആരാ? കാർത്തികാന്റെ തന്നെ. ഭയങ്കര അഹങ്കാരിയാ. അതൊക്കെ ഇപ്പൊ തീരും പപ്പി. ബിഗ് ഫ്രണ്ട് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ കാർത്തിയാനിക്ക് പിന്നെ അവിടെ നിക്കാൻ പറ്റൂ? ആ വീട്ടിൽ നിന്ന് പോയാ മതിയായിരുന്നു. പപ്പി കഴിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.